VR ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈശാഖ മാസം ആരംഭമാണ് കേട്ടോ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കൃഷ്ണക്ഷേത്രങ്ങളിലെല്ലാം ഇപ്പൊ വൈശാഖ മാസത്തിന്റെ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് പുണ്യമാസമാണ്. അതെ, പുണ്യമാസം കൂടിയാണ്. ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസത്തിൽ നമ്മള് ദാനങ്ങൾ കൊടുക്കാൻ ഏറ്റവും അടിപൊളിയാണെന്ന് പറയാം. ദാനം, സ്നാനം, അതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഒരു 4 മണിയാകുമ്പോൾ എഴുന്നേൽക്കാൻ നമ്മൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ നമ്മൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ദാനം കൊടുക്കാൻ പറ്റുന്ന മാസം കൂടിയാണിത്. അപ്പോൾ നമ്മൾ ദാനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പുണ്യം നമുക്ക് കിട്ടും. അത് നമുക്ക് എന്താണ് ദാനം കൊടുക്കാതെ നമ്മൾ ഉപയോഗിച്ച് പഴകിയതല്ല കേട്ടോ. നമ്മൾ മറ്റേ പുതിയതായിട്ട് മേടിച്ചിട്ട് കൊടുക്കണം. നമ്മൾ മറ്റേ വസ്ത്രങ്ങൾ ചെയ്യാം, അന്നദാനം കൊടുക്കാം. ഒന്നും കൊടുക്കാൻ പറ്റില്ലെങ്കിലും വെള്ളം കൊടുക്കാം. പച്ചവെള്ളം കൊടുത്താലും അത് ഏറ്റവും പുണ്യാണത്. അതുപോലെ തന്നെ വൈശാഖ മാസം നമ്മുടെ മഹാവിഷ്ണു, കൃഷ്ണൻ അങ്ങനത്തെ അമ്പലത്തിലൊക്കെ കൂടുതലും നല്ല പ്രധാനമായിട്ടുള്ള ഒരു അതുപോലെ തന്നെ നമ്മുടെ ശ്രീ ഗുരുവായൂർ അമ്പലത്തിലും നല്ല വിശേഷമാണ് സംഭവങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ മറ്റേ വൈശാഖ മാസത്തിൽ വരുന്നതാണ് അക്ഷയ തൃതീയ. അക്ഷയ തൃതീയ എല്ലാവരും വിചാരിക്കും സ്വർണം മേടിക്കാനുള്ള ദിവസം എന്നാണ്. പക്ഷെ അതല്ല, അത് അക്ഷയ തൃതീയ, അതുപോലെ ബലരാമ ജയന്തി, അതൊക്കെ ഇതില് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. മാധവന് പ്രിയപ്പെട്ട മാസമായതുകൊണ്ടാണ് മാധവ മാസം എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മഹാവിഷ്ണു വൈകുണ്ഠം വിട്ട് ഭൂമിയിൽ ലക്ഷ്മി സമേതനായിട്ട് നമ്മുടെ ഭക്തരുടെ എല്ലാ വീടുകളും സന്ദർശിക്കും എന്നാണ് വിശ്വാസം കേട്ടോ. മഹാവിഷ്ണു ലക്ഷ്മി ദേവിയും കൂടി വൈകുണ്ഠം വിട്ട് ഭൂമിയിൽ വന്ന് എല്ലാ ഭക്തരുടെയും വീട് സന്ദർശിക്കുമെന്നാണ് വിശ്വാസം. അപ്പോൾ വൈശാഖ മാസത്തിന്റെ ആരംഭത്തിൽ തന്നെ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ നല്ല തിരക്കാണ്. മറ്റേ പ്രത്യേകിച്ച് ഭഗവാനെ തൊഴാൻ വേണ്ടിയിട്ടും വൈശാഖ മാസത്തിന്റെ ആരംഭത്തില് ഭക്തിയോട് കൂടിയിട്ട് എല്ലാവരും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വൈശാഖ മാസത്തില് ഏറ്റവും കൂടുതൽ നാരായണനാമം ജപിക്കാൻ നമ്മള് അത് മറ്റേ ലക്ഷ്മി ദേവിനെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കുവാണെങ്കിൽ ആണ് ഒന്നും കൂടെ നല്ലത്. കാരണം മറ്റേ ലക്ഷ്മി സമേതനായിട്ടാണ് ഈ വൈശാഖ മാസം ആരംഭിക്കുന്നതും അത് കൊണ്ടു നടക്കുന്നതും അങ്ങനെയാണ്. 27 ദിവസങ്ങളുള്ള ഈ മാസം ഭഗവാൻ വൈകുണ്ഠം വിട്ട് ഭൂമിയിൽ ഭക്തരുടെ ഭവനങ്ങൾ സന്ദർശിക്കാൻ ലക്ഷ്മി ദേവിയോടൊപ്പം എത്തിച്ചേരുമെന്നാണ് വിശ്വാസം. ചന്ദ്രമാസത്തിൽ ആദ്യത്തേത് ചൈത്രം, പിന്നെ വൈശാഖം, ഇവ രണ്ടും ചേർന്നത് വസന്തം. പ്രകൃതി തന്നെ പൂവണിയുന്ന കാലമാണിത്. സർവ സൽക്കർമ്മക്കൾക്കും വസന്തമാണ് ഉത്തമമായി ആചാര്യന്മാർ വിധിക്കുന്നത്. യജ്ഞങ്ങൾ വസന്തത്തിലാണ്. ക്ഷേത്രോത്സവങ്ങളും ഈ കാലഘട്ടത്തിൽ തന്നെ വരും. മഹാവിഷ്ണുവിൻ്റെയും അവതാരങ്ങളുടെയും പേരുള്ള ക്ഷേത്രങ്ങളിൽ ഈ മാസത്തിൽ ദർശനം നടത്തുന്നത് അതീവ വിശേഷവും സർവ അനുഗ്രഹീദായകവുമാണെന്നാണ് വിശ്വാസം. കേരളത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് വൈശാഖ പുണ്യകാലം. ലക്ഷ്മി നാരായണ ഭജനത്തിന് ഏറ്റവും യോജിച്ച കാലമാണിത്. പ്രഭാതത്തിലും സന്ധ്യയ്ക്കും നിലവിളക്ക് കൊളുത്തി നാരായണനാമം ജപിക്കുക. വിഷ്ണു സഹസ്രനാമം, നാരായണീയം, അഷ്ടാക്ഷരി, ഓം നമോ നാരായണായ, ദ്വദരാക്ഷരി, ഓം നമോ ഭഗവതേ വാസുദേവായ, ഭാഗവത പാരായണം, മഹാലക്ഷ്മി അഷ്ടകം, കനകധാരാസ്തവം എന്നിവ മാധവ മാസക്കാലത്ത് അഭിഷ്ടസിദ്ധി നൽകും. വൈശാഖ മാസം മുഴുവൻ വ്രതം നോറ്റ് ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ധ്യാനിക്കുന്നതും സർവ ഐശ്വര്യദായകമാണ്. വ്രതം ശ്രദ്ധയും ഭക്തിയോടെയും അനുഷ്ഠിച്ചാൽ ദുഃഖശാന്തി, ഐശ്വര്യം, സമ്പത്ത് എന്നിവ ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വൈശാഖത്തിലെ വെളുത്ത ദ്വാദശി, പൗർണമി എന്നിവയ്ക്ക് വ്രതം എടുക്കുന്നവർക്കും മുഴുവൻ മാസവും വ്രതമെടുത്തതിന് തുല്യമായ ഫലം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. വൈശാഖ കാലത്ത് അനേകം പുണ്യ ദിവസങ്ങളുണ്ട്. ആദ്യം തന്നെ അക്ഷയ തൃതീയ, ബലരാമന്റെ ജന്മദിവസം. ആ ദിവസം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ഒരിക്കലും ക്ഷയിക്കാത്ത ഫലമുള്ളതിനാലാണ് അക്ഷയ തൃതീയ എന്നറിയപ്പെടുന്നത്. പരശുരാമാവതാരവും അന്നപൂർണേശ്വരി അവതാര ദിവസവും അക്ഷയ തൃതീയ ദിവസം തന്നെയാണ്. വൈശാഖത്തിലെ ശുക്ല ചതുർശ്രീ ദിവസം മാത്രമേ നരസിംഹ ജയന്തി. 27 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ പുണ്യമാസത്തിൽ വേറെയും വിശേഷ ദിവസങ്ങളുണ്ട്.
ആദിശങ്കരൻ്റെ ജന്മദിനമായ ശങ്കര ജയന്തി, ദത്താത്രേയ ജയന്തി, ബുദ്ധ പൂർണ്ണമി തുടങ്ങി ഒട്ടേറെ പ്രധാന ദിനങ്ങളാൽ സമ്പന്നമാണ് വൈശാഖ പുണ്യമാസം. അക്ഷയ തൃതീയ, ശുക്ലപക്ഷ ദ്വാദശി പൗർണമി എന്നീ 3 ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിച്ചാൽ വൈശാഖം മുഴുവൻ വ്രതം അനുഷ്ഠിച്ചതിന് തുല്യമാണെന്നും പുരാണങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെ മഹാവിഷ്ണുവിൻ്റെ പല പ്രധാന അവതാരങ്ങളും വരുന്ന ഈ വൈശാഖ മാസം വിഷ്ണു പ്രീതിക്ക് ഉത്തമം എന്ന് വിശ്വാസം. അതുപോലെ തന്നെ ഈ വൈശാഖ മാസത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ സ്കന്ദപുരാണം, അതുപോലെ തന്നെ പത്മപുരാണം ഈ 2 ഗ്രന്ഥങ്ങളിൽ അത്യാവശ്യം പരാമർശിക്കുന്നുണ്ട്. ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പരാമർശിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് കൂടുതൽ വായിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്, നമുക്ക് കാര്യങ്ങൾ പറയാൻ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ മറ്റേ വിദേശത്തും ഒക്കെ ഉണ്ട്. അതായത് മറ്റേ എന്താ പറയുക, നമുക്ക് രാവിലെ 4 മണിക്ക് എഴുന്നേക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക ഈ പ്രാർത്ഥിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ മറ്റേ എന്താ പറയുക നമ്മുടെ ഈ പാരായണങ്ങളുണ്ട്. ഈ പാരായണങ്ങൾ എല്ലാ ശുഭകാര്യങ്ങളും കേൾക്കാം. പല സംവിധാനങ്ങളും സ്പീക്കറൊക്കെ ഉണ്ടല്ലോ, ഞാൻ കേൾക്കാം. അതുപോലെ തന്നെ നമുക്ക് മഹാഭാരതത്തിന്റെ ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ബുക്ക് വായിക്കാം. ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ നാരായണനാമം ജപിക്കുക കൂടുതലായിട്ട്, അതാണ് കൂടുതൽ പറയുന്നത്. അതുപോലെ തന്നെ വൈശാഖ മാസ ആരംഭത്തില് ഈ അഷ്ടപതി സംഗീതോത്സവം ആരംഭിച്ചായിരുന്നു. അതില് നമ്മുടെ ഗുരുവായൂരത്തെ അഷ്ടപതി അധ്യാപകനും കൂടി ആയിട്ടുള്ള ഗിന്നസ് വേൾഡും കൂടി ആയിട്ടുള്ള ജ്യോതിദാസ് സാർ ഉണ്ടായിരുന്നു. അതുപോലെ ബിജു അതുപോലെ തന്നെ അമ്പലപ്പുഴ വിജയകുമാർ സാർ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ വന്നിട്ടാണ്. പിന്നെ അവരുടെ ഒരു ഗുരു ആചാര്യനും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു എന്നല്ലേ സംഭവം, സൂപ്പറായിരുന്നു ഇത് കാണാൻ. അപ്പൊ അതൊക്കെ ഈ വൈശാഖ മാസ ആരംഭത്തോടു കൂടിയിട്ട് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ഗുരുവായൂര് വൈശാഖ മാസത്തിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നുണ്ട് സാധാരണ ഈ മാസത്തിലാണ് ഈ വൈശാഖ മാസം കടന്നു വരാറുള്ളത്. 27 ദിവസമാണ് വൈശാഖ മാസം ഉള്ളത്. നമ്മുടെ ഈ വൈശാഖ മാസം തുടങ്ങിയിട്ടുണ്ട്. അപ്പോ എല്ലായിടത്തും കൃഷ്ണക്ഷേത്രം, മഹാവിഷ്ണു ക്ഷേത്രം ഒക്കെ ഉണ്ടാവും. എല്ലാവരും വന്ന് തൊഴുക. പരമാവധി ഗുരുവായൂരമ്പലത്തിൽ വരാൻ ശ്രമിക്കല്ലേ വെച്ചാ. നമ്മുടെ ആൾക്കാർ വരുന്നുണ്ട്, നിങ്ങൾ കൂടി വരാൻ ശ്രമിക്കുക. നല്ലൊരു കാര്യം കൂടിയാണ് അല്ലേ വെച്ചാ. പിന്നെ അല്ലാതെ കൃഷ്ണന്റെ അമ്പലങ്ങള് നമ്മുടെ വീടിന്റെ അടുത്തൊക്കെയാണെങ്കിൽ അവിടെയൊക്കെ പോവുക. കൃഷ്ണന്റെ മാത്രമല്ല കേട്ടോ, മഹാവിഷ്ണുവിന്റെ അമ്പലങ്ങളുണ്ടാവും, അവിടെയും പോവാം നമുക്ക്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൈശാഖ മാസം എന്ന് പറഞ്ഞ ഒരു പുണ്യമാസമാണത്. അപ്പൊ അത് നമ്മൾ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക, നമ്മൾ പ്രാർത്ഥിക്കുക കേട്ടോ. നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.